ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബറാഖ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ കൂടി അനേകർക്ക് വിടുതലും ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കുവാനും പുതിയ തീരുമാനങ്ങളെടുത്ത് കർത്താവിന് വേണ്ടി ജീവിതം പ്രതീക്ഷിക്കുവാനും ഒക്കെയും അനേകർക്കിടയായി എന്നുള്ള വസ്തുതകളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുകയും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. തിരുവചന കേൾവിക്കായി വളരെ പ്രാർത്ഥനയോടെ നിങ്ങളെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ തുറന്നുകൊണ്ട് കാതുകളെ കൂർപ്പിച്ചുകൊണ്ട് വചന കേൾവിക്ക് വേണ്ടി സമർപ്പണത്തോടുകൂടി ആയിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും ഒരു പുതിയ തീരുമാനത്തോടുകൂടി കർത്താവിൻ്റെ വരവിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി പാർക്കുവാൻ ഈ വചന ശുശ്രൂഷകൾ മൂലം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ നിങ്ങളോട് വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനത്തിൽ നിന്നും തുടർച്ചയായി ദൈവവചനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ചു. ദൈവസഭയാകുന്ന തോട്ടം നിറഞ്ഞു നിൽക്കുന്ന ഒലിവുമരം, ആ ഒരു ഒലിവുമരത്തിൽ സ്വാഭാവിക കൊമ്പുകളായ ഇസ്രായേല്യരെ അവരെ ഒടിച്ചു കളഞ്ഞിട്ട് ആ കൊമ്പുകളുടെ ഇടയിൽ കാട്ടൊലിവിൻ്റെ ശിഖരങ്ങളായിരുന്ന ഇതര ജാതികളായ വിശ്വസിക്കുന്ന സഹോദരങ്ങളെ ഒട്ടിച്ചു ചേർക്കുവാൻ കർത്താവിന് പ്രസാദമായി എന്നുള്ള ആ സാദൃശ്യം ഉപയോഗിച്ച് യഹൂദന്മാരും ജാതികളും എല്ലാവരും ഒരുമിച്ച് ദൈവസഭ എന്ന ആ സമൂഹത്തിൽ ജീവനുള്ള സൗധത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു എന്നുള്ള സത്യം പൗലോസ് വിശദീകരിക്കുകയായിരുന്നു. ദൈവസഭയിൽ വംശീയ വ്യത്യാസങ്ങളില്ല. ദൈവത്തിന് മുമ്പിൽ ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ല. പിന്നെ എന്താണ് ഇസ്രായേലിനോട് ഇത്ര പ്രത്യേകത? അവരുടെ പിതാക്കന്മാർ ദൈവത്തെ അനുസരിക്കുന്നതിന് പൂർണ്ണമായും തങ്ങളെ സമർപ്പിച്ചു കൊടുത്തു. അബ്രഹാമും മറ്റും സ്വന്തം മകനെ യാഗം കഴിക്കാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ തന്നെ ദൈവത്തെ അനുസരിക്കുവാനായി അദ്ദേഹം തയ്യാറായി. മാത്രമല്ല, നിന്റെ സ്വജനത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് തേജോമയനായ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തപ്പോൾ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ദൈവത്തിൻ്റെ ആ വാക്ക് വിശ്വസിച്ച്, ദൈവത്തെ വിശ്വസിച്ച് ആ ഭക്തൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ദൈവത്തെ വിശ്വസിച്ചത് നീതിയായി കണക്കിട്ടു. ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ ഉൾബോധം, ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ പ്രാഗൽഭ്യം, അത് നീതിയായി കണക്കിടുകയും അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുകയും അവൻ്റെ പിൻതലമുറയുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പകരുകയും ചെയ്തു. അപ്പോൾ തന്നെ അബ്രഹാമിനെ അബ്രാം എന്നുള്ള പേര് മാറ്റിയിട്ട്, അബ്രാം എന്ന് പറഞ്ഞാൽ സമുന്നതനായ പിതാവ്, അബ്രഹാം എന്നവൻ്റെ പേര് മാറ്റി. അബ്രഹാം എന്നാൽ ബഹുജാതികൾക്ക് പിതാവ്. അങ്ങനെ ബഹുജാതികൾക്ക് പിതാവ് എന്ന പദവി കൊടുത്ത് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദത്വവും അബ്രഹാമിന് കൊടുത്ത് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടപ്പോൾ അബ്രഹാമിൻ്റെ പിൻതലമുറയായ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അബ്രഹാമിൻ്റെ പിൻതലമുറ വിശ്വാസികളാണ് എന്ന് പ്രത്യേകം തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കൾ. വിശ്വാസികളെല്ലാവരും ദൈവത്തെ വിശ്വസിക്കുവാൻ, ദൈവത്തിനായി തങ്ങളെ സമർപ്പിച്ചു കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ ദൈവത്വത്തെയും ദൈവത്തിൻ്റെ വല്ലഭത്വത്തെയും ദൈവത്തിൻ്റെ നന്മയെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ തെറ്റിക്കൂടായ്മയെയും ദൈവത്തിൻ്റെ കരുതലിനെയും അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ദൈവത്വം എന്ന് പറയുന്നത് സകലവും തികഞ്ഞ ആ പ്രകൃതമാണല്ലോ ദൈവത്വം എന്ന് പറയുന്നത്. സർവസമ്പൂർണതയും സകല സദ്ഗുണ സമ്പൂർണതയും തന്നെ തികഞ്ഞ ആ അവസ്ഥയാണ് ദൈവത്വം എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ഉത്ബോധ നിമിത്തം ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുവാൻ, സമർപ്പിക്കുവാൻ, ആ വിശ്വാസം, ആ വ്യക്തിയോടുള്ള, ദൈവമെന്ന വ്യക്തിയോടുള്ള ആ വിശ്വാസവും ബന്ധവും വന്നു കഴിഞ്ഞാൽ പിന്നെ ചോദ്യം ചെയ്യാതെ തങ്ങളെ തന്നെ ആ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ സംരക്ഷണയിലേക്ക്, ദൈവത്തിൻ്റെ കരുതലിലേക്ക്
പൂർണ്ണമായും സമർപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ആ വിശ്വാസവും ആ പ്രാഗൽഭ്യവും ആ ബന്ധവും ആർക്കുണ്ടാകുന്നു അവരെല്ലാവരുമാണ് അബ്രഹാമിൻ്റെ മക്കൾ. കാര്യം പിതാവായ അബ്രഹാമിന് ആ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ബന്ധമുള്ളവർ അബ്രഹാമിൻ്റെ മക്കൾ എന്നാണ്. അപ്പോൾ പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ ഇസ്രായേലിനെന്നോ ഇതര ജാതികളെന്നോ വ്യത്യാസമില്ല. അതെ, ദൈവത്തിന് മുമ്പിൽ ആ വ്യത്യാസമില്ല. ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ദൈവം ഉളവാക്കിയിരിക്കുന്നു. കാലാന്തരങ്ങളിൽ കാലാവസ്ഥയുടെ വ്യത്യാസം മൂലം ശരീരഘടനയിലും ത്വക്കിൻ്റെ നിറത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ തലമുറയായി അടിമത്വത്തിൽ കഴിയേണ്ടി വന്നത് നിമിത്തം മേലാളന്മാർ ചിലരെ കീഴാളന്മാരാക്കി വെച്ചത് നിമിത്തം അവർക്ക് പലതും നിഷേധിക്കപ്പെട്ടതുകൊണ്ട് അവരുടെ തലമുറയുടെ ഡെവലപ്മെൻറ്റ്, അവരുടെ തലമുറയുടെ വളർച്ച ബൗദ്ധികമായും ബുദ്ധിമണ്ഡലത്തിലും വൈകാരികമായും ശാരീരികമായും ഒക്കെയുമുള്ള അവരുടെ വളർച്ച വളരെ ബാധിക്കപ്പെട്ടു പോയതുകൊണ്ടാണ് ജനസമൂഹങ്ങളായി തിരിഞ്ഞു പോയത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കാലാവസ്ഥയുടെ വ്യത്യാസവും സാമൂഹ്യമായുള്ള അടിച്ചമർത്തലുകളും ഇതൊക്കെയാണ് വിവിധങ്ങളായ ജനസമൂഹങ്ങളായി മനുഷ്യകുലം തീരുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നത്. എന്നാൽ അതേസമയം ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ അവരുടെ നിറമോ അവരുടെ സാമ്പത്തിക നിലയോ അവരുടെ ബൗദ്ധിക നിലവാരമോ ഇതൊന്നുമല്ല ദൈവത്തിന് പ്രധാനം. അവർ സത്യദൈവത്തെക്കുറിച്ച് ദൈവങ്ങളുടെ മനസാക്ഷിയിൽ വെളിപ്പാട് കൊടുത്തിട്ടും ആ ദൈവത്തിൻ്റെ ദൈവത്വം അതിനെക്കുറിച്ചുള്ള അന്വേഷണമില്ലാതെ, അതിനെക്കുറിച്ചുള്ള തങ്ങളുടെ വെളിപ്പാട് അംഗീകരിക്കുവാനായി മനസ്സില്ലാതെ തങ്ങളുടെ ഭാവനയിൽ വിവിധ ദൈവങ്ങളെ രൂപപ്പെടുത്തി അങ്ങനെ മനുഷ്യനിൽ നിന്ന് അകന്നുപോയി. അപ്പോൾ അവരെ ഏത് വിശ്വാസമാണ് അവരിലുള്ളതെന്നുള്ളതിൻ്റെ മുമ്പിലാണ് ദൈവത്തിന് മുമ്പിൽ ആ തരംതിരിവ് ഉണ്ടെങ്കിൽ ഉള്ളത്. പക്ഷേ വംശീയമായ തരംതിരിവ് ദൈവത്തിന് മുമ്പിൽ ഇല്ലതാനും. നമ്മൾ ആരാണ്, നമ്മുടെ വിശ്വാസ പ്രമാണം എന്താണ്, നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണ ബുദ്ധി എന്താണ്, നമ്മൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വെളിപ്പാടിനെക്കുറിച്ച് നാം യഥാർത്ഥത്തിൽ അത് അംഗീകരിക്കുവാൻ മനസ്സുള്ളവരും നിർമ്മല ഹൃദയന്മാരുമാണോ, അതോ പാരമ്പര്യങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം മുൻ തലമുറക്കാർ പിന്തുടർന്നു പോന്നിരുന്ന ആ വിശ്വാസങ്ങളിൽ നിന്ന് ബുദ്ധിപൂർവമായി ബോധ്യങ്ങൾ വന്നാൽ പോലും വ്യതിചലിക്കുവാൻ മനസ്സില്ലാതിരിക്കുന്നവരാണ്. അവരെ ഓർത്തിട്ടാണ് ദൈവഹൃദയത്തിൽ ദുഃഖമുള്ളത്. ആ നിലയിലാണ് ദൈവത്തിന് മുമ്പിൽ തരത്തിലുള്ള അങ്ങനെ 3 ഗ്രൂപ്പിനെയാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് യഹൂദൻ, അവരുടെ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ, കാരണം ദൈവപ്രമാണം ഏറ്റുവാങ്ങിയവരും മറ്റ് ജനസമൂഹങ്ങളുടെ പ്രതിനിധിയായി ദൈവം പ്രമാണങ്ങൾ ആചരിക്കുവാൻ തിരഞ്ഞെടുത്തവരുമായതുകൊണ്ട് ഒന്ന് യഹൂദന്മാർ, 2 ഇതര ജാതികൾ. അവരെല്ലാവരെയും ഒരു ഗ്രൂപ്പിലാണ് കാണുന്നത്, വ്യത്യാസങ്ങളില്ല. 3 ദൈവസഭ. ഈ 2 ഗ്രൂപ്പിൽ നിന്നും വിശ്വാസത്താൽ കർത്താവിനായി സമർപ്പിച്ച ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് വന്നവർ അവരാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ദൈവസഭ എന്ന് പറയുന്നത്. അല്ലാതെ പാരമ്പര്യമായി തലമുറയായി ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരുവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നില്ല. അതാണ് നമ്മളിവിടെ നോക്കുമ്പോൾ കണ്ടില്ലേ, ഈ ഒലിവുമരത്തോട് കാട്ടുവെള്ളിൻ്റെ ശിഖരങ്ങളെ ഒട്ടിച്ച് ചേർത്ത് ആ ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിൻ്റെ ജീവരസത്തിന് പങ്കാളിയായി ആ ഒലിവുമരത്തിൻ്റെ പ്രകൃതപ്രകാരമുള്ള നല്ല ഫലം കായ്ക്കുന്ന അനുഭവത്തിൽ സമർപ്പിക്കപ്പെട്ടവർ. അങ്ങനെയുള്ളവരാണ് ദൈവമക്കൾ. അല്ലാതെ ഈ ഒലിവുമരത്തിൽ നിന്ന് കായ വീണ് കിളിർത്ത ആരും ഈ തോട്ടത്തിലില്ല. ഒലിവുമരത്തിൽ നിന്ന് കായ വീണ് കിളിർത്തവർ തോട്ടത്തിലില്ല, ഒട്ടിച്ച് ചേർക്കപ്പെട്ടവരാണ് പിന്നെ ഈ തോട്ടത്തിലുള്ളത്. ഞാൻ പറയും, നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ വംശീയമായി ചിലപ്പോൾ ക്രിസ്ത്യാനിയെന്ന് സമൂഹം അവനെ വിളിച്ചെന്ന് വന്നേക്കാം. പക്ഷേ അതുകൊണ്ട് അവൻ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാകുന്നില്ല. യഥാർത്ഥ ക്രിസ്താനുഗാമിയാകുന്നവൻ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് പാപപരിഹാരത്തിന് ഉറപ്പ് പ്രാപിച്ച് ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിൽ വന്നവൻ മാത്രമേ ദൈവവചനപ്രകാരം ക്രിസ്ത്യാനിയായിരിക്കുന്നുള്ളൂ. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന പേരുണ്ടായി. ശിഷ്യന്മാരാണെങ്കിൽ, ക്രിസ്തു ശിഷ്യന്മാരാണെങ്കിൽ ശിഷ്യത്വത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചത് ഓർക്കണം. ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കുക,
ജീവിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള ഉത്ബോധം പ്രാപിക്കുകയും ചെയ്തവർ, അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അപ്പോൾ പൗലോസ് ഇവിടെ പറഞ്ഞു വരുന്നത് ഈ രണ്ട് ഗ്രൂപ്പിനെയും ഒന്നിച്ച് കൂട്ടിച്ചേർത്ത, ഒട്ടിച്ച് ചേർത്ത ഒരു തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒലിവുമരം പോലെയാണ് ദൈവസഭ എന്ന് പറയുന്നത്. അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അതിൻ്റെ 25-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ദൈവത്തിൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, വളരെ വളരെ വിശദീകരണം ആവശ്യമുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത്. സഹോദരന്മാരെ, റോമിലുള്ള ആ ദൈവമക്കളോട് അവരെ വിളിക്കുന്നത് സഹോദരന്മാരെ എന്നാണ്. അതിൻ്റെ 13-ാമത്തെ വാക്യം നമ്മൾ കണ്ടത്, എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത് ജാതികളെ അപ്പസ്തോലനായിരിക്കയാൽ. അപ്പോൾ ഇതര ജാതികളിൽ നിന്ന്, ഇതര യഹൂദന്മാരല്ലാത്ത വംശ സമൂഹങ്ങളിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള ഉത്ബോധ നിമിത്തം, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്വത്തെക്കുറിച്ചുള്ള ബോധ്യ നിമിത്തം, യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള പാപപരിഹാരത്തെക്കുറിച്ച് ബോധ്യം വന്നിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ച് ദൈവമക്കളായി തീർന്നവർ, അവരെയാണ് പൗലോസ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്, ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. സഹോദരന്മാരെ, പൗലോസ് ഒരു യഹൂദനാണെങ്കിലും ഇതര ജാതികളിൽ നിന്നുള്ളവരും കർത്താവിൽ ദൈവകുടുംബത്തിലെ അംഗങ്ങളായപ്പോൾ അവരാരാണ്? അവർ സഹോദരന്മാരാണ്. അവരെല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ, വീണ്ടും ജനനത്താൽ ദൈവമക്കളായിരിക്കുന്നതിനാൽ സഹോദരന്മാരാണ്. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സൂചിപ്പിച്ചു, പ്രിയപ്പെട്ടവരെ, പ്രാചീന കാലം മുതലേ ജനസമൂഹങ്ങളിടയിൽ ഒരു ആൻറ്റാസെമിറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ യഹൂദ വിരുദ്ധ മനോഭാവം, ഇസ്രായേലിനോടുള്ള ഒരു വിരുദ്ധ മനോഭാവം ഇതര ജാതികളുടെ മനസ്സിൽ എങ്ങനെയോ രൂപപ്പെട്ടിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. രണ്ട് കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം ഞാൻ സൂചിപ്പിച്ചത് മറക്കരുത്, അവർ ഇതര ജനസമൂഹങ്ങളോട് സാമൂഹ്യമായി ഇടകലരുവാനായി കൂട്ടാക്കിയിരുന്നില്ല. രണ്ടാമത്, അവരുടെ തൊഴിൽ പ്രധാനമായിട്ടും അവർ ഈ പണം പലിശയ്ക്ക് കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായതുകൊണ്ടും അവർ സമൂഹത്തിൽ എപ്പോഴും സമ്പന്നന്മാരായിരുന്നതുകൊണ്ടും അവരെ ജനം വെറുത്തിരുന്നു. നമുക്കറിയാമല്ലോ, യഹൂദനെ ജനം വെറുത്തിരുന്നു. അത് ഇതര സമൂഹങ്ങളിൽ നിന്നുള്ള ആളുകൾ യഹൂദന്മാരായവരെ പലപ്പോഴും പീഡിപ്പിച്ചിരുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ തലമുറയിൽ തന്നെ ഹിറ്റ്ലർ 65 ലക്ഷം യഹൂദന്മാരെയാണ് ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നു കളഞ്ഞത്. എവിടെ ചെന്നാലും അവരെ നായ്ക്കളെ പോലെ ഓടിച്ചിരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. യഹൂദൻ ആ ഒരു സ്വഭാവം റോമിലുള്ളവർക്കും ഉണ്ടായിരുന്നെന്ന് ന്യായമായി മനസ്സിലാക്കാം. അവരും ഈ സത്യദൈവത്തെക്കുറിച്ചുള്ള ആ വെളിപ്പാടിലേക്ക് വന്നത് നിമിത്തം എന്ന് പറഞ്ഞാൽ, യഹൂദന്മാർക്ക് ആകെക്കൂടി അവർക്ക് മേന്മയായി പറയാനുണ്ടായിരുന്നത് സത്യദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഞങ്ങൾ പ്രാപിച്ചവരും സത്യദൈവത്തെ അനുസരിക്കുന്നവരുമാണ് എന്നുള്ളതാണ് അവരുടെ ഏത് കാലത്തുമുള്ള അവരുടെ ആ അഭിമാനമെന്ന് പറയുന്നത്. അതിലവർ ഊറ്റം കൊണ്ടിരുന്നു. അതിലവർ ഊറ്റം കൊണ്ട് അപ്പോൾ അങ്ങനെ അതിൽ അഭിമാനത്തോട് കഴിഞ്ഞിരിക്കുമ്പോൾ ഇതര ജാതികളിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിമരണത്തിലുള്ള വിശ്വാസത്താൽ പാപപരിഹാരം പ്രാപിച്ച് ദൈവമക്കളായി തീർന്നവർ അതേ ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുന്നതിനാൽ അവരെ നിങ്ങൾക്കിനി എന്താണ് വംശീയ മേന്മയെക്കുറിച്ച് ഊറ്റം കൊള്ളാനുള്ളത്? നിങ്ങൾ വിശ്വസിച്ചിരുന്ന സത്യദൈവം ഞങ്ങൾക്ക് വെളിപ്പെട്ടു.
ആ സത്യദൈവം ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഞങ്ങൾക്ക് പകരമായി മനുഷ്യനായി വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്ഥാനത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളെ ആ വിശ്വാസത്തിലേക്ക് ആനയിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ അധിവസിക്കുന്നു. ആത്മചൈതന്യം അവരനുഭവിക്കുമ്പോൾ നോക്കണേ, അപ്പോൾ അവർ ബുദ്ധിമാന്മാർ എല്ലാ നിലയിലും. നിങ്ങൾക്ക് ഇനി ഞങ്ങളെക്കാൾ ശ്രേഷ്ഠമായി ഒന്നുമില്ല എന്നുള്ള ചിന്ത ഈ ഇതര ജാതികളിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നവർക്ക് ന്യായമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാ പൗലോസോട് പറഞ്ഞു, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാനായിട്ട് ഞാൻ ഈ കാര്യം എന്ന് പറഞ്ഞോട്ടെ. എന്താ കാര്യം? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അതേ ഉള്ളൂ. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഈ കാഠിന്യം ഭവിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഹൃദയ കാഠിന്യമാണ്. ഹൃദയ കാഠിന്യത്തിന് നോക്കണേ, ദൈവം അവരെ ഏൽപ്പിച്ചു കളഞ്ഞു എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. പൗലോസ് റോമാലേഖനത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറയുകയുണ്ടായല്ലോ. റോമാലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 28, 29 വാക്യങ്ങളിലൊക്കെ പൗലോസ് ഈ സത്യത്തെക്കുറിച്ച് നേരത്തെ കൂട്ടി പരാമർശിച്ചിരുന്നു. അവർ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ട് അവരെ എല്ലാവരെയും ആ വംശത്തെ മുഴുവനും ദൈവം സ്വീകരിക്കുന്നില്ലെന്നും അവരിൽ ഒരു ചെറിയ കൂട്ടമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നും. അപ്പോൾ ഇവിടെ പൗലോസ് പറയുമ്പോൾ ഇസ്രായേൽ മുഴുവനും എന്ന് പറയുമ്പോൾ ആ വംശത്തെ മുഴുവനും അർത്ഥമാക്കുന്നത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷിപ്പിനെയാണ് അർത്ഥമാക്കുന്നത്. അതാണ് 2:28, 29 വായിക്കുമ്പോൾ, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദനയത്രേ പരിച്ഛേദന, അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പോൾ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആ വംശം മുഴുവനും രക്ഷിക്കപ്പെടുമെന്നല്ല. പിന്നെയോ പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ. സ്തോത്രം. ആ സമൂഹത്തെയാണ് പൗലോസ് യഹൂദൻ എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഞാൻ അല്പം മുമ്പേ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതര ജാതികളിൽ നിന്ന് വരുന്നവരും അബ്രഹാമിൻ്റെ വംശത്തിൽ, അബ്രഹാമിൻ്റെ മക്കളെന്ന പദവിയിലാണ്. അതാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് അറിയുവീൻ. നോക്കണേ, വിശ്വാസികളാണ് അബ്രഹാമിൻ്റെ മക്കൾ. അപ്പോൾ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഭാഗികമായി ഹൃദയ കാഠിന്യം ദൈവം അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു. നോക്കണേ, അതാണ് ഇവിടെ നിങ്ങൾ വെളിക്കട്ടല്ലോ, ഈ ഒരു രഹസ്യം അറിയാതിരിക്കരുതെന്നാണ് പൗലോസ് പറഞ്ഞത്. എന്താ ഈ രഹസ്യം? രഹസ്യം എന്ന് പറഞ്ഞാൽ മർമ്മം. എന്താണ് ഈ രഹസ്യം? ഒന്ന്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം മാത്രമേ അവർക്ക് ഹൃദയകാഠിന്യം അംശമായി ഹൃദയകാഠിന്യം ഭവിച്ചിരിക്കുന്നുള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയൊക്കെ സംസാരിച്ചിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് ദൈവം അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. നോക്കണേ, ഇവിടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു നോക്കുക. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 24-ാമത്തെ വാക്യം, അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും, ഇസ്രായേലിനെ കുറിച്ചാണ്, അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. നോക്കണേ, വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ തന്നെ പറഞ്ഞതാണ്. ജാതികളുടെ കാലം തികയുവോളം, ഇതര ജാതികൾക്ക് ദൈവം രക്ഷയിലേക്ക് കടന്നു വരുവാനായി അനുവദിച്ചിരിക്കുന്ന ആ കാലം തികയുവോളം, കൃപായുഗം അവസാനിക്കുവോളം, അത് ദൈവസഭ കർത്താവിനനുസരിച്ച് ചേർക്കപ്പെടുമ്പോഴാണ് കൃപാകാലം അവസാനിക്കുന്നത്. ആ ഇതര ജാതികൾക്ക് രക്ഷയിലേക്ക് കടന്നു വരുവാനായി ദൈവം വാതിൽ തുറന്നിരിക്കുന്ന ആ കാലം അത് കഴിയുവോളം നോക്കണേ, ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയുകയും ചെയ്യും. നമുക്കറിയാമല്ലോ, യെരുശലേം ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമെന്നും യെരുശലേം ദൈവാലയം നിന്നിരുന്ന സ്ഥലമെന്നും ഒക്കെ തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധ നഗരമെന്നൊക്കെ യഹൂദന്മാർ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നു. ഇന്ന് ഈ അടുത്ത കാലം 1948 വരെ
ഇതര ജാതികൾ 45 വരെ അവർ ഇതര ജാതികൾ അതിനെ ചവിട്ടിക്കളഞ്ഞിരുന്നു. 1ഉം 2ഉം ലോകമായുധങ്ങൾ ദൈവം അനുവദിച്ചാണ് അവർക്ക് അവിടേക്ക് കുടിയേറുവാനായിട്ടും അവിടെ രാജ്യം സ്ഥാപിക്കുവാനും അവസരമൊരുക്കി എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ പൗലോസ് ഇതര ജാതികളിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾ തങ്ങൾ തന്നെ വലിയ കേമന്മാരാണെന്ന് അവർ വിചാരിക്കരുത് എന്ന് ആ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകരുത് എന്നുള്ള ആ ചിന്തയോടുകൂടിയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ജാതികളുടെ പൂർണ്ണസംഖ്യ? ദൈവം സർവജ്ഞാനിയാകിയാൽ തൻ്റെ സർവജ്ഞാനത്തിൽ ദൈവം മുൻ അറിഞ്ഞിട്ടുള്ളതും മുൻ നിയമിച്ചിട്ടുള്ളതുമായ ഒരു ജനസമൂഹമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം ദൈവം ആരുടെയും മുഖപക്ഷം നോക്കുന്നവനല്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ 48 വരെ 1948 വരെയും അവരെ സ്വന്തം ജനമായി പിതാക്കന്മാരൊക്കെ അത്രമാത്രം കർത്താവിനെ വിശ്വസിക്കുകയൊക്കെ ചെയ്തവരെ പോലെ തള്ളിക്കളഞ്ഞ് ജാതികൾ അവരിൽ നിന്ന് ദൈവം മുൻകണ്ടിട്ടുള്ളവർ ആരാ? ഏകപക്ഷീയമായുള്ളതല്ല, ദൈവത്തെക്കുറിച്ച് താല്പര്യമുള്ളവർ, ദൈവത്തിൽ തൽപരരായവർ, സത്യദൈവത്തെക്കുറിച്ച് അന്വേഷണ ബുദ്ധിയുള്ളവർ. അതാണ് തിരുവെഴുത്ത് പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ. അങ്ങനെയുള്ളവരെക്കുറിച്ച് ദൈവം മുൻകരുതിയിട്ടുള്ള ആ മുൻകരുതലനുസരിച്ച് ആ പൂർണ്ണസംഖ്യ ചേരുവോളം നമുക്കറിഞ്ഞുകൂടാതെ എന്താണെന്ന്. അതൊരു വേള ഇന്നോ നാളെയോ ആകാം, ഏത് സമയവുമാകാം. ആ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളമാണ് ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, അവർ വീഴേണ്ടതിനോ ഇടറിയെന്ന് തൊട്ട് വെളി പറയുന്നു. അവർ വീണുപോയി നഷ്ടപ്പെട്ടു പോകാനല്ല ഇടറി, അവർ ഇടറിയെന്നേ ഉള്ളൂ. അതാണ് അംശമായി കാഠിന്യം. ഇസ്രായേൽ മുഴുവനും ദൈവത്തോട് മത്സരികളായിട്ടില്ല. ഇസ്രായേലിൽ ഒരു ശേഷിപ്പ് ഏത് കാലവും സത്യദൈവത്തോട് വ്യക്തിബന്ധമുള്ളവരായി ഏത് കാലഘട്ടത്തിലും നിലനിന്നിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. എന്ന് പറയുമ്പോൾ ആരാണെന്ന് തൊട്ട് വെളിക്കണ്ടു. ആ വംശം മുഴുവനുമല്ല. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനായവൻ യഹൂദൻ. പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ ഉള്ള ഹൃദയ പരിച്ഛേദനയുള്ളവർ. അങ്ങനെയുള്ളവർ, അവരെയാണ് ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന് മുഖപക്ഷമില്ലാത്തതുകൊണ്ട് ആ അബ്രഹാമിൻ്റെ പരമ്പരയിൽ പിറന്നുവെന്ന് വന്നാലും അവർ എല്ലാ വിധത്തിലും ദൈവത്തിന് പ്രിയന്മാരാണ് എന്നുള്ളത് ചരിത്രമൊക്കെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരെല്ലാവരും ആ കുടുംബത്തിൽ പിറന്നു, ആ വംശത്തിൽ പിറന്നു എന്നുള്ളത് കൊണ്ട് മാത്രം സ്വീകരിക്കപ്പെടുകയില്ല. ആകമേ യഹൂദനാകുന്നവനാണ് യഹൂദൻ. നമ്മൾ കണ്ടല്ലോ, ഗലാത്യർ 3:7 നമ്മൾ കണ്ടു, വിശ്വാസികളാണ് അബ്രഹാമിൻ്റെ മക്കൾ. പുറമെ യഹൂദനായവൻ യഹൂദനാകുകയല്ല, അകമേ യഹൂദനായവനാണ് യഹൂദൻ. സ്തോത്രം. അങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. എന്നിട്ട് പഴയ നിയമത്തിൽ തന്നെ ഉദ്ധരിക്കുകയാണ്, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. യെശയ്യാവിൻ്റെ പ്രവചനം 59-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത്. വിടുവിക്കുന്നവൻ വരും, സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് ആഭക്തിയെ മാറ്റും. ഞാനുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അത് യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഞാൻ അവർക്ക് അവരുടെ ഉള്ളിലൊരു പ്രമാണം കൊടുക്കും. ഉള്ളിൽ പ്രമാണം കൊടുത്ത് അകത്ത് രൂപാന്തരം വരുത്തി ഇസ്രായേലിനെ മുഴുവൻ രക്ഷിക്കപ്പെടും. കാര്യം അകമേ യഹൂദനായവനെ ആരേ ഉള്ളൂ, യഹൂദനാകുകയുള്ളൂ. 31-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യം, യിരെമ്യാ 31:33. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. കണ്ടോ,
ഞാൻ എൻ്റെ പ്രമാണം അവരെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ പ്രമാണം എഴുതും. ആഗമേ യഹൂദനാകുന്നവൻ മാത്രം യഹൂദൻ. ആ ഒരു രൂപാന്തരത്തിന് മനസ്സ് വെക്കുന്നവർ മാത്രം, അല്ലാതെ വംശം മുഴുവനുമല്ല. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, ഞാൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റപ്പോൾ യെശയ്യാ പ്രവചനം 59 അധ്യായത്തിൽ നിന്നും 59:20 യിരെമ്യാ 31:33 കൂട്ടിച്ചേർത്ത് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. പ്രിയമുള്ളവരെ, സമയം പോയതുകൊണ്ട് ഒരു വാക്ക് ഞാൻ ഇവിടെ ഉപസംഹരിക്കട്ടെ. ആ ഭാഗത്തേക്ക് നമുക്ക് അടുത്ത ദിവസം തുടരാം. പ്രിയപ്പെട്ടവർ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം മുഖപക്ഷം നോക്കുന്നവനല്ല. ദൈവത്തിന് മുമ്പിൽ ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ ഇല്ല. ഇസ്രായേൽ പോലും അങ്ങനെ പ്രത്യേകമായി അവർ എങ്ങനെ ആരും ആ വംശത്തിൽ പറഞ്ഞവനാണെങ്കിൽ നിത്യജീവിൽ കാണുമെന്നുള്ള ചിന്ത അവർക്ക് വരാൻ പാടില്ല. ആഗമേ യഹൂദനായവനെ യഹൂദനാകുകയുള്ളൂ. യിരെമ്യാ പറയുന്നത്, ഞാൻ ഈ ഒരു നിയമം ചെയ്യും, അവരെ ഉള്ളിൽ രൂപാന്തരം വരുത്തും, അവരെ ഉള്ളിലിൻ്റെ പ്രമാണം കൊടുക്കും. പുറമേ അവരെ ഏത് കുലത്തിൽ പിറന്നു എന്നുള്ളതോ, പുറമേ അവർക്ക് പരിച്ഛേദന എന്ന അഗ്രചർമ്മ ആ വ്യവസ്ഥ അവർ പാലിച്ചു എന്നുള്ളത് കൊണ്ടോ നോ, ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയില്ല. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനായവൻ, അതാണ് ഒരു ശേഷിപ്പ്. ആ അകമേ യഹൂദനായവനെ യഹൂദനാകും. ഇതുപോലെ ഇതര ജാതികളിൽ നിന്ന് വരുന്നവരും അകമേ രൂപാന്തരം പ്രാപിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് വിശ്വാസികൾ അബ്രഹാമിൻ്റെ മക്കളെന്ന പദവിയിൽ വന്ന് ഈ ഒരു ഒലിവ് മരത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ട് ഒലിവ് മരത്തിൻ്റെ ശിഖരങ്ങളായി ഈ തോട്ടം നിറഞ്ഞു നിൽക്കുന്നു. അതാണ് ദൈവസഭ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതുകൊണ്ട് പരമ്പരാഗതമായി നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്നുള്ളതിൽ ഊറ്റം കൊള്ളരുത്. ദൈവം നിങ്ങളോട് കാണിച്ച ഒരു കരുണയാണ്. കാരണം സത്യദൈവത്തെക്കുറിച്ചുള്ള ഉത്ബോധം പ്രാപിക്കുവാൻ നിങ്ങൾക്കൊന്നൊരു അനുകൂല സാഹചര്യം ഭൗമികമായി ഒരുക്കപ്പെട്ടു. അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനം കൊള്ളാൻ കഴിയും. കാര്യം ഇതര മതവിശ്വാസങ്ങളിലുള്ളവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഉത്ബോധം വന്നാൽ പോലും ഒത്തിരി കടമ്പകൾ കടന്നെങ്കിൽ മാത്രമേ അവർക്ക് തങ്ങളെ തന്നെ സത്യദൈവത്തിനായി സമർപ്പിക്കുവാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെക്കുറിച്ചുള്ള ഉത്ബോധം പ്രാപിക്കുവാൻ അനുകൂലമായൊരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ കൂടി ഒരു മേന്മ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ആർക്കും ഉണ്ടാകുന്നില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിനായി സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതാണ് പത്രോസ് പറയുമ്പോൾ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ വെറും പുറമേയുള്ള ചടങ്ങുകൾക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ചടങ്ങ് കർമ്മങ്ങളിൽ കർമാധിഷ്ഠിതമായ ഒരു മതമായി അധപ്പതിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, കർമാധിഷ്ഠിതമായ മതമല്ല, ഹൃദയത്തിൻ്റെ രൂപാന്തരവും വ്യത്യാസവും വിശ്വാസത്താൽ ദൈവത്തിനായി സമർപ്പിക്കുന്ന അനുഭവമാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ടതെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. സ്തോത്രം. ആ ഒരു സമ്പൂർണ്ണ സമർപ്പണവും അകത്തുള്ള രൂപാന്തരവും പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ഇപ്പോൾ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ നമ്മളെ പുനർസൃഷ്ടിക്കുവാൻ കഴിയുള്ളൂ. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ച് ദൈവകരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളെ പൂർണ്ണമായും ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളെ സൃഷ്ടിച്ചവൻ നമ്മളെ പുനർസൃഷ്ടിക്കും. ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ടോ, ഞാൻ ഇതായിരിക്കും അവരോട് ചെയ്യുന്ന വാഗ്ദത്തം, ഞാൻ എൻ്റെ പ്രമാണം അവരുടെ ഉള്ളിലാക്കും, ഉള്ളിലൊരു മാറ്റം കൊടുക്കും. സ്തോത്രം. ആ ഒരു വ്യത്യാസം പ്രാപിക്കുവാൻ നമുക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. പ്രാപിക്കാത്ത ആരെങ്കിലും, അകത്ത് രൂപാന്തരം വരാത്ത ആരെങ്കിലും, നിങ്ങളുടെ വംശീയ മേന്മയിൽ ഊറ്റം കൊണ്ടുകൊണ്ട് കഴിയുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം മുമ്പിൽ അത് സ്വീകാര്യമല്ല. അകമേ നിങ്ങൾ ആരാണെന്നുള്ളതാണ് ദൈവം നോക്കുന്നതെന്ന് മറക്കരുത്. സത്യദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിലേക്ക് സ്തോത്രം കടന്നു ചെല്ലുവാൻ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ഒരുക്കപ്പെട്ട ഈ മാർഗം ഹൃദയപൂർവ്വം അംഗീകരിക്കുവാൻ സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങൾക്ക് തിരുമേനിയെക്കുറിച്ച് വെളിപ്പാട് തരികയും കർത്താവ് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി ഞങ്ങൾ പാരമ്പര്യമായി അനുവർത്തിച്ച് പോന്നിരുന്ന അർത്ഥമില്ലാത്ത പല ചടങ്ങുകളിൽ നിന്ന് മോചനം പ്രാപിച്ച് അകത്ത് രൂപാന്തരം പ്രാപിച്ച് അങ്ങയുടെ മക്കളാകുവാൻ ഭാഗ്യം തരികയും ചെയ്തതിനാൽ സ്തോത്രം. അത് പ്രാപിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ കേട്ടെങ്കിൽ
അവർ ചെയ്യുന്നതിൻ്റെ അർത്ഥവും അർത്ഥശൂന്യതയും ഒന്നുകൂടി പുനഃപരിശോധിച്ച് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ തങ്ങളെ രൂപാന്തരപ്പെടുത്തി. കർത്താവ് രൂപാന്തരപ്പെടുത്തുവാൻ തൃക്കരങ്ങൾ സമർപ്പിച്ചെന്ന് പുതു സൃഷ്ടിയായി അങ്ങയ്ക്കായി ഒരുക്കപ്പെടുവാൻ തിരുമേനി അവർക്ക് കൃപ നൽകുകയും കേൾവിക്കാരായ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ.